കഴിവുകൾ അതങ്ങനെയാണ്. അത് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. എന്തിനേറെ ഇന്നും ഭൂമിയിലേക്ക് പ്രകാശങ്ങൾ പതിപ്പിക്കാത്ത നക്ഷത്രങ്ങൾ വാനലോകത്ത് ഉണ്ട് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാത്ത നക്ഷത്രങ്ങളും ഉണ്ട്. അതെല്ലാം കീഴടക്കി കൊണ്ട് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്റത്തുൽ മുൻതഹയിൽ എത്തി 5 വഖത്ത് നിസ്കാരം സമ്മാനമായിട്ട് അവസാനം തിരിച്ചു പോന്നു. 50 ചുരുക്കി ആ ചരിത്രം പറയുകയില്ല. ആ 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നമ്മൾ മടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ഈ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ, പവിത്രമായ മാസത്തിൽ, അല്ലാഹു എണ്ണിയ ഈ മാസത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് എത്തിക്കണം എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ബറക്കത്ത് ചെയ്യുന്ന പ്രാർത്ഥന. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. 5 നേരവും നിസ്കരിച്ചും അല്ലാതെയും ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. കാരണം ആരൊക്കെ അടുത്ത റമദാനിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. നമുക്കറിയാം, ഇന്ന് സമസ്തയുടെ, നമ്മുടെ മഹല്ലത്തിൽ സമസ്തയുടെ സമ്മേളന പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംവിധാനങ്ങളൊക്കെ യുഐ ജമാഅത്തും അഹ്ലു ജമാഅത്തും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ എന്തായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൊരുപാട് കഷ്ടപ്പെട്ടവരാണ് ഇവിടുത്തെ MVS-കാർ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ ചെയ്യുന്നത് ദീനിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ 100ാം വാർഷികത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഒരു തൗഫീഖാണ് നമുക്കറിയാമല്ലോ, US എടുത്ത് വഫാത്തായി. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ 100ാം വാർഷികത്തിന്റെ തുടക്കത്തിലും എന്തിനാണ് കാസർഗോഡ് നടന്ന ആ സമ്മേളനത്തിൽ പോലും സുഖമില്ലാതിട്ട് കൈപിടിച്ച് വന്നിട്ടുണ്ട്. അവര് നമ്മുടെ നാട്ടുകാരാണ് അവരൊക്കെ. അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് ആ തൗഫീഖ് വലുതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ അള്ളാഹിൽ എത്താൻ കഴിയുള്ളൂ. ആ തൗഫീഖിന് വേണ്ടി നമ്മളെല്ലാവരും ദ്വാരക്കുക. നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക, നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംവിധാനങ്ങൾക്ക് ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്, ധാരാളം ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഇനിയും നൽകേണ്ടതുണ്ട്. വലിയ ഭാരിച്ചതായ ഉത്തരവാദിത്തമാണ് MVS ഏറ്റെടുത്ത് ഇവിടെ നിർവഹിക്കാൻ 3 ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അള്ളാഹു അവരിൽ നിന്നൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് കരുത്തും സാമ്പത്തിക സഹായവും ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും ആളുകളുടെ ഭാഗത്തു നിന്നും അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു അവർ നൽകിയ ഉദ്ദേശങ്ങൾ എന്തിനു വേണ്ടിയാണോ അതൊക്കെ അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പുണ്യവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.